ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ തിരുവോണപ്പന്തൽ തിരുവോണ സദ്യയിൽ വിളമ്പിയ സാമ്പാർ. തിരുവോണ സദ്യയിൽ വിളമ്പിയ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വെണ്ടക്ക വഴറ്റിയെടുക്കാം. അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് വെണ്ടയ്ക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ നല്ല ഒട്ടിപ്പിടിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. 10 മണിയാകുമ്പോഴത്തേനും ചോറും കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വരേണ്ടതാണ്. വെണ്ടക്ക വഴണ്ടു വന്നു. അതിനുശേഷം ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സാമ്പാർ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും. പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട്, അതായത് അധികം വേവില്ലാത്ത പച്ചക്കറികളാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഉള്ളി അല്പം ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് വഴുതനങ്ങയും പച്ചക്കായ അതും ഒക്കെ ഇട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അപ്പം തന്നെ ഇത് വഴണ്ട് വരുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും മറ്റ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കടന്ന് നല്ലപോലെ വഴണ്ട് വരണം. ഇങ്ങനെ വഴണ്ട് വന്ന് വെക്കുന്ന ആ സാമ്പാറിനൊരു പ്രത്യേക രുചിയും മണവുമാണ്. ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു, ഉള്ളി ചേർത്ത് കൊടുത്തു, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, കായം, അങ്ങനെ എല്ലാ മസാലകളും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം. മസാലയിൽ കിടന്ന് ഉള്ളിയും മറ്റ് പച്ചക്കറികളെല്ലാം ഒന്ന് വഴണ്ട് വന്ന് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, കായപ്പൊടി ചേർത്ത് കൊടുക്കണം, സാമ്പാർ മസാല ചേർത്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത് ആ പൊടിയിൽ കിടന്ന് പച്ചക്കറികളെല്ലാം വഴണ്ട് വരണം. എല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം വാളംപുളി ചേർത്ത് കൊടുക്കണം. വാളംപുളിയും കൂടെ ചേർത്ത് കൊടുത്ത് കറിയെല്ലാം നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം. അങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കറി പാകമായി എന്നുള്ളത്. വാളംപുളി ചേർത്ത് കൊടുക്കാം. വാളംപുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലപോലെ തിളക്കണം. ഈ കറി കിടന്നിട്ട് എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് സാമ്പാർ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പരിപ്പ്, മുരിങ്ങക്കായ, മറ്റ് കൂടുതൽ വേവുള്ള പച്ചക്കറികളെല്ലാം പരിപ്പിൻ്റെ കൂടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കും. അതിന് ശേഷം ഈ കൂട്ടിലേക്ക് വേണം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലയെല്ലാം ചേർത്ത് സാമ്പാർ കിടന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഏറ്റവും ഒടുവിലൊന്ന് താളിച്ച് കൊടുക്കണം. താളിച്ച് കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. ഈ വിധത്തിൽ പച്ചക്കറികളൊക്കെ വഴറ്റി നിങ്ങളൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കിക്ക്. അതിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. തിരുവോണപ്പന്തൽ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഷെയറുകളും പ്രതീക്ഷിക്കുന്നു. തിരുവോണ സദ്യയും ഇതിൻ്റെ സംഘാടകർ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയും അവർ തന്നെ സദ്യ വിളമ്പുകയും ചെയ്യണം. അതാണ് തിരുവോണ സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം.